കേരളത്തിൻ്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. കൂറ്റൻ കപ്പലുകൾക്ക് തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിയുന്ന രാജ്യത്തിൻ്റെ ഏക മദർ പോർട്ടായ വിഴിഞ്ഞം തുറമുഖം വാണിജ്യ തുറമുഖമായി പ്രധാനമന്ത്രി മറ്റന്നാൾ കമ്മീഷൻ ചെയ്യും. 8686 കോടിയുടെ ആകെച്ചെലവ് കണക്കാക്കുന്ന പദ്ധതിയുടെ 60% മുതൽ മുടക്കും കേരളത്തിൻ്റേതാണ്. അതായത് 5370 കോടി. അദാനി കമ്പനിയുടെ മുതൽ മുടക്ക് 2497 കോടിയാണ്. കേന്ദ്രം മുടക്കിയത് 818 കോടി മാത്രമാണ്. അതും വായ്പയായി. പലിശയും തുറമുഖത്തിൻ്റെ ലാഭവിഹിതമായ 20% ചേർത്ത് 12,000 കോടി രൂപ കേരളം തിരിച്ചടയ്ക്കണം. കേരളത്തിൻ്റെ പദ്ധതികളോടുള്ള ടിപ്പിക്കൽ മോദി സ്റ്റൈൽ ഇവിടെയും കാണാം. ഇത് സൂചിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ ചെലവിൻ്റെ 2/3 ചെലവഴിച്ച കേരള സർക്കാരിനെ ഒഴിവാക്കി മോദിയുടെ ചിത്രവുമായി കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. പരസ്യം കൊടുത്തതുകൊണ്ട് മാത്രം മോദിക്ക് വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് എങ്ങനെ കിട്ടും? വിഴിഞ്ഞം കേരളത്തിലായതുകൊണ്ട് കേന്ദ്രം മുതൽ മുടക്കിയത് എങ്ങനെയെന്ന് നല്ല ധാരണ നാടിനുണ്ടെന്ന് മറക്കണ്ട.